ആ നിമിഷം ഗാലറിയിലെ പതിനായിരങ്ങളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിന്നുപോയി. കളിക്കളത്തിലെ ആരവങ്ങളെല്ലാം നിലച്ചു. പുല്ലിൽ വീണ് തുറച്ചു നോക്കുന്ന കണ്ണുകളോടെ ജമാൽ മുസിയാല. ശനിയാഴ്ച ലെപ്സിഗിനെതിരെ തളർന്നു വീണതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിനു മുമ്പേ ചൊവ്വാഴ്ച ഹൈഡൻഹൈമിനെതിരെ പകരക്കാരനായി ഇറങ്ങി വെറും 6-ാം മിനിറ്റിൽ അതേ ദുരന്തം ആവർത്തിക്കുന്നു. ഓടിയെത്തുന്ന ഹാരി കെയ്ൻ അടക്കമുള്ള താരങ്ങളുടെ മുഖത്ത് കടുത്ത ഭീതി. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുത ബാലന്മാരിൽ ഒരാളായ ജമാൽ മുസിയാലക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് അയാളുടെ കരിയറിനുള്ള മരണമണിയാണോ? പരിശോധിക്കാം. നമുക്കല്പം പിറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. ആരാണ് ജമാൽ മുസിയാല? സ്റ്റുട്ട്ഗാർട്ടിൽ ജനിച്ച് സതാംപ്ടണിൽ വളർന്നവൻ. ചെൽസിയുടെ അക്കാഡമിയിലൂടെ പിച്ചവെച്ചൊടുവിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഹൃദയമിടിപ്പായി മാറിയ അത്ഭുത ബാലൻ. 2020 ഷാൽക്കെതിരെ ബയണിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾവേട്ടക്കാരനായി അവൻ ചരിത്രം കുറിച്ചു. അവൻ്റെ കാലുകളിൽ പന്ത് കാണുക എന്നത് തന്നെ എന്ത് മനോഹരമാണ്. തോമസ് മുള്ളർ ഒരിക്കൽ അവനെ വിശേഷിപ്പിച്ചത് ഫുട്ബോളിലെ മാന്ത്രികൻ എന്നാണ്. അടുത്ത ലയണൽ മെസ്സി എന്നിവരെ വിളിപ്പേരുണ്ടായിരുന്നു. ബയണിനായി 69 ഗോളുകളും 37 അസിസ്റ്റുകളും ഇതിനോടകം ഒരുക്കി. പല ക്ലബ്ബുകളും ചോദിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ ബയൺ തയ്യാറായിരുന്നില്ല. ഏറ്റവും മികച്ച ഡീൽ നൽകിയാണ് ബയൺ അവനുമായി കരാർ പുതുക്കിയത്. പക്ഷേ കഴിഞ്ഞ 18 മാസങ്ങൾ മുസിയാലക്ക് നൽകിയത് വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണീർ കഥകളാണ്. 2024-25 സീസണിൻ്റെ അവസാനത്തിൽ പരിക്കേറ്റ് പുറത്തായതിന് പിന്നാലെ ഒരു കാർ അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്നും പൊരുതിക്കയറി ഫിഫ ക്ലബ് വേൾഡ് കപ്പിലേക്ക് തിരിച്ചെത്തി. എന്നാൽ അവിടെ സംഭവിച്ചതോ PSG-ക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ ജിയാൻ ലൂജി ഡൊണരുമയുമായുള്ള കൂട്ടിയിടിയിൽ കാലിൻ്റെ എല്ല് പൊട്ടുകയും കണങ്കാലിൻ്റെ സ്ഥാനം തെറ്റുകയും ചെയ്തു. പുറത്തിരിക്കേണ്ടി വന്നത് 196 ദിവസങ്ങൾ. ഒരു മെറ്റൽ പ്ലേറ്റ് കാലിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് മാസങ്ങളോളം അവൻ പന്ത് തട്ടിയത്. കഠിനമായ വേദന സഹിച്ച് 2026 ലോകകപ്പിൽ ജർമ്മനിക്കായി 4 മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്തു. ഒടുവിൽ ആ മെറ്റൽ പ്ലേറ്റ് നീക്കം ചെയ്തത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ മാത്രം. പ്രീ സീസൺ ട്രെയിനിങ് പോലും പൂർണ്ണമായി പൂർത്തിയാക്കാനായിരുന്നില്ല. ബയൺ അവനൊരു ബാക്കപ്പായി 43 മില്യൺ പൗണ്ട് മുടക്കി ഇസ്മായിൽ സൈബാരിയെ കൊണ്ടുവന്നെങ്കിലും മുസിയാല തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് ലോകമാകെ കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മൈതാനത്തെ ഈ ഞെട്ടിക്കുന്ന വീഴ്ചകൾ ഉണ്ടാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മുസിയാലക്ക് സംഭവിച്ചത്? ലോകം ഹൃദയാഘാതമാണോ എന്ന് ഭയന്ന നിമിഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് മുസിയാല തന്നെ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന എന്നാൽ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്ന ആബ്സെൻസ് സീസേഴ്സ് ആണ്, ഒരു ന്യൂറോളജിക്കൽ തകരാർ. എന്താണ് ഈ ആബ്സെൻസ് സീസേഴ്സ്? ലണ്ടനിലെ നാഷണൽ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ മേനക സിദ്ധുവും എസ്പെൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ പ്രൊഫസർ ക്രിസ്റ്റോഫ് ക്ലിൻസിറ്റ്സും ഇത് വ്യക്തമാക്കുന്നു. ഇതൊരു തരം അപസ്മാര രോഗലക്ഷണമാണ്. തലച്ചോറിലെ ഞരമ്പുകളിലെ അസാധാരണമായ ഇലക്ട്രിക്കൽ തരംഗങ്ങൾ കാരണം വ്യക്തിക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്നു. ഒന്നുകിൽ ശരീരം തളർന്നു പോകാം, അല്ലെങ്കിൽ ചുറ്റുമുള്ളതൊന്നും അറിയാതെ ഒരു സ്വപ്നത്തിലെന്ന പോലെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കാം. കൺപോളകൾ വിറക്കുകയോ ചുണ്ടുകൾ അനക്കുകയോ ചെയ്യാം. സ്പോർട്സ് താരങ്ങളിലെ കടുത്ത നിർജ്ജലീകരണവും അമിതമായ ശ്വാസമെടുക്കലും ഇത്തരം സീഷേഴ്സിന് കാരണമായേക്കാം. എന്നാൽ ആശ്വാസകരമായ കാര്യം ഇത് കൃത്യമായ മരുന്നുകളിലൂടെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നതാണ്. ലെപ്സിഗിനെതിരെ വീണതിന് ശേഷവും മുസിയാലയെ ഹൈഡൻഹൈമിനെതിരെ കളിപ്പിച്ചത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ബയൺ പ്രസിഡന്റ് ഉലി ഹോനസ് ഇതിന് മറുപടി നൽകുന്നു. ലോകോത്തര ന്യൂറോളജിസ്റ്റുകളുടെയും സ്പെഷ്യലിസ്റ്റുകളുടെയും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജമാലിനെ കളത്തിലിറക്കിയത്. ഹൈ പെർഫോമൻസ് സ്പോർട്സ് കളിക്കുന്നതിൽ അവന് തടസ്സമില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ വീണ്ടും അത് സംഭവിച്ചപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. എന്നാൽ ബയൺ മ്യൂണിക്ക് അവനെ കൈവിട്ടിട്ടില്ല. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ മുസിയാലക്ക് പകരക്കാരനായി ആരെയും സൈൻ ചെയ്യില്ലെന്ന് ക്ലബ്ബ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ തിരിച്ചു വരാൻ എത്ര സമയമെടുത്താലും ഒപ്പം നിൽക്കാനാണ് ക്ലബിൻ്റെ തീരുമാനം. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ പറഞ്ഞ വാക്കുകൾ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും വികാരമാണ്. ജമാൽ കടന്നു പോകുന്നത് വളരെ പ്രയാസമേറിയ ഘട്ടത്തിലൂടെയാണ്. അവൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അവൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ ഞങ്ങളൊപ്പം ഉണ്ടാകും. മുമ്പ് ഇംഗ്ലണ്ടിൻ്റെ റഗ്ബി താരം ടോമി ഫ്രീമാനെ പോലെയുള്ള കായിക താരങ്ങൾ ഇതേ അസുഖത്തെ മരുന്നുകളിലൂടെ അതിജീവിച്ച് കരിയർ തിളക്കമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. മുസിയാലക്കും അതിന് സാധിക്കൂ. ആദ്യ കാഴ്ചയിൽ ഇത് ഭയാനകമായി തോന്നാം. പക്ഷേ ഞാൻ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ പരിചരണത്തിലാണ്. എൻ്റെ കുടുംബവും ക്ലബ്ബും എനിക്കൊപ്പമുണ്ട്. ഫുട്ബോൾ കളിക്കുക, കപ്പുകൾ നേടുക എന്നതാണ് എൻ്റെ രോഗശാന്തിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, മുസിയാല കൂട്ടിച്ചേർത്തു. ഫ്രാൻസ് ബെക്കൻബൗവർ സൂപ്പർ കപ്പിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയും ബുണ്ടസ്ലീഗ ഉദ്ഘാടന മത്സരത്തിൽ സ്റ്റുട്ട്ഗാർട്ടിനെതിരെയും അവൻ ബൂട്ടുകെട്ടുമോ എന്നത് വ്യക്തമല്ലായിരിക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ഇതൊരു കരിയറിൻ്റെ അവസാനമല്ല. ഇതൊരു പോരാളിയുടെ താൽക്കാലികമായ ഇടവേള മാത്രമാണ്. കാലിലെ ഒടിഞ്ഞ എല്ലിനെയും മാസങ്ങളുടെ പരിക്കുകളെയും തോൽപ്പിച്ചവൻ ഇതിനെയും അതിജീവിച്ച് തിരിച്ചു വരും. കാത്തിരിക്കാം അലയൻസ് അരീനയിൽ മാന്ത്രിക ചുവടുകളോടെ അവൻ വീണ്ടും ചിറകടിച്ചുയരുന്ന ആ നല്ല ദിവസത്തിനായി. കംബാക്ക് സ്ട്രോങ്ങർ ജമാൽ മുസിയാല. ഫുട്ബോൾ ലോകം നിങ്ങളുടെ കൂടെയുണ്ട്.